നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വെള്ളാപ്പള്ളിയും വി.ഡി. സതീശനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. വി.ഡി. സതീശനെതിരെ വിമർശനം ശക്തമാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈഴവ വിരോധിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. 3 ആഴ്ച മുൻപ് സതീശൻ തന്നെ വീട്ടിൽ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിരുന്നു. വരാൻ താൻ അനുവാദം നൽകി. ആ സതീശനാണ് തന്നെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നത്. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയും ധാർഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. താൻ മുസ്ലിം വിരോധിയല്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് താൻ. എന്തു വന്നാലും അതിൽ നിന്ന് പിന്മാറില്ല. മലപ്പുറത്ത് പോയി പറഞ്ഞത് ഈഴവ സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. കൊലച്ചതിയാണ് ഈഴവ സമുദായത്തോട് ചെയ്തത്. മലപ്പുറത്ത് സമുദായത്തിനൊരു കുടിപ്പള്ളിക്കുടം പോലുമില്ല. മലപ്പുറം കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന് പറഞ്ഞവരാണ് മതേതരത്വം പറയുന്നത്. താൻ സത്യങ്ങൾ പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നുവെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDFന് 98 സീറ്റ് പോലും കിട്ടില്ലെന്നും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. പറവൂരിലെ ഒരു ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഈഴവ വിരോധിയാണെന്നും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും പരിഹസിച്ചതിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളി. സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അഹങ്കാരം. ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്തത്. ഈഴവനായ സുധാകരനെ പുറത്തു ചാടിച്ചു. മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയതെന്ന് സതീശൻ പറയട്ടെ. എന്തെങ്കിലും ഈഴവന് നൽകിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സതീശന്റെ മണ്ഡലത്തിലെത്തി കാര്യങ്ങൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേരില്ലെന്നും തന്റെ പൗരുഷത്തിന് ചേരുന്നതല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നമ്മുടെ സമുദായത്തെ അധിക്ഷേപിച്ച ആളാണ് സതീശൻ. താൻ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ തന്നെ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കേണ്ടതില്ല. ഈഴവന് വേണ്ടി സതീശൻ എന്തു ചെയ്തു? നാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ ഇതൊക്കെ പറയുന്നത്. രാഷ്ട്രീയത്തിൽ അഹങ്കാരം പറയുന്നവർക്ക് തോറ്റ ചരിത്രമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 100 പേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത്. ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. ഈഴവർ വോട്ട് കുത്തുന്ന യന്ത്രമാണ് എന്നല്ലാതെ അവർക്ക് അധികാരം കിട്ടുന്നില്ല. മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവനല്ല താൻ. പറവൂരിൽ 52% വോട്ടുണ്ടെന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞിട്ടും തോറ്റത് ഓർമ്മയില്ലേ? ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരിക്കുളത്തും തോറ്റ ചരിത്രമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സതീശന്റെ മണ്ഡലമായ പറവൂരിലും എറണാകുളത്ത് നടന്ന ശാഖായോഗ നേതൃസംഗമങ്ങളിൽ സതീശനും മുസ്ലിം ലീഗിനുമെതിരായ നിലപാടുകൾ വെള്ളാപ്പള്ളി കടുപ്പിച്ചു. സൂപ്പർമാനാണെന്ന് ധരിക്കേണ്ടെന്നും പറവൂരിൽ സതീശൻ തോറ്റ ചരിത്രമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പറവൂരിലെ 54% ഈഴവൻ പോഴന്മാരല്ല. സ്വന്തം മണ്ഡലത്തിലെ കള്ള്, നെയ്ത്ത്, കയർ വ്യവസായങ്ങൾ നശിച്ചിട്ടും MLA ചെറുവിരൽ അനക്കിയില്ല. ഈഴവ സ്നേഹം അഭിനയിക്കുന്ന ഒരുപാട് മുഖങ്ങളുള്ള നേതാവായ സതീശൻ 3 ആഴ്ച മുമ്പ് വീട്ടിൽ വരാൻ സമയം ചോദിച്ച ശേഷമാണ് തന്നെ ഗുരുധർമ്മം പഠിപ്പിക്കാൻ ഇറങ്ങിയത്. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കലാണ് ലക്ഷ്യം. മലപ്പുറത്ത് ഈഴവ സമുദായം അനുഭവിക്കുന്ന സാമൂഹിക അനീതിയാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. ലീഗുകാർ ഇരിക്കാൻ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കിടക്കും. R. ശങ്കറിന് ശേഷം കോൺഗ്രസിലെ ഈഴവ നേതാക്കളെ വെട്ടിനിരത്തി. ഇപ്പോൾ MLA-മാരിൽ ആകെയുള്ളത് K. ബാബു മാത്രമാണ്. സതീശന് VM സുധീരന്റെ ഗതി വരും. രാഷ്ട്രീയ വനമാസമാണ് കാത്തിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടുമെന്ന് സതീശൻ വീമ്പ് പറയുകയാണ്. 98 സീറ്റ് UDFന് കിട്ടിയാൽ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. LDFന് തുടർ ഭരണം ഉറപ്പാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സർക്കാരിനും പ്രതിപക്ഷത്തിനുമുള്ള കൽപ്പനകൾ മലപ്പുറത്ത് 3 ദിവസം ഇറങ്ങുന്നുണ്ട്. മതസൗഹാർദ്ദം വൺവേ ട്രാഫിക് അല്ല. യോഗത്തിന്റെ വളർച്ച ലീഗിന് പിടിക്കുന്നില്ല. യോഗത്തെ എങ്ങനെയും തകർക്കാനുള്ള തന്ത്രങ്ങളാണവർ. ചതിയിൽ വീഴാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് കാരണം. മുസ്ലിം വിരോധി എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട. കടലിൽ കുളിച്ച താൻ കുളം കണ്ടാൽ പേടിക്കില്ല. മലപ്പുറം ആസ്ഥാനമായി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം പോലും ഉണ്ടെന്ന് പറഞ്ഞത് താനല്ല. മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് മുസ്ലിം ലീഗ് എന്ന് വഖഫ് കേസിൽ സുപ്രീം കോടതിയിൽ അവർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അധികാരം കിട്ടിയപ്പോഴേക്ക് അവർ മറ്റു സമുദായങ്ങൾക്ക് ഒന്നും നൽകാതെ എല്ലാം തട്ടിയെടുത്തെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷും 2 യോഗങ്ങളിലും പങ്കെടുത്തു. അതേസമയം ചുക്കും ചുണ്ണാമ്പും അറിയാത്തയാളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെന്നും വെള്ളാപ്പള്ളി നേരത്തെ വിമർശിച്ചിരുന്നു. മൂവാറ്റുപുഴ പണ്ടപ്പിള്ളിയിൽ കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കോതമംഗലം യൂണിയനുകളിലെ ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പ്രതിപക്ഷ നേതാവിന്റെ മാന്യതയും മര്യാദയും സതീശനില്ലെന്നും ഈഴവരായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ചീത്ത പറയുന്ന ഈഴവ വിരോധിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻ KPCC പ്രസിഡന്റ് K സുധാകരനെ ആക്ഷേപിച്ച് താഴെയിറക്കി. പിണറായി വിജയനെ നിരന്തരം ചീത്ത പറയുകയാണ്. തന്നെയും കണ്ടുകൂടാ. തന്നെ ഗുരുധർമ്മം പഠിപ്പിക്കാൻ അദ്ദേഹം വരേണ്ട. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈഴവരുടെ വോട്ട് ഈഴവരുടെ കൂടി വിജയത്തിനാകണം. മുസ്ലിങ്ങൾക്ക് താൻ എതിരല്ല. മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവർ വിവേചനം നേരിടുന്നുവെന്നും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെ പക്കലാണെന്നും പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക സെൻസസ് വേണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ പെട്ടുപോയവരാണ് ഈഴവരെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം സമുദായ സംഘടനകൾ പറയുന്നതനുസരിച്ചാണ് കേരളത്തിൽ സർക്കാരുകൾ ഭരിക്കുന്നതെന്ന് പെരുമ്പാവൂരിൽ SNDP യോഗം കുന്നത്തനാട് യൂണിയന്റെ ശാഖാ നേതൃസംഗമത്തിൽ അദ്ദേഹം പറഞ്ഞു. UDF, LDF മുസ്ലിം സംഘടനകളുടെ ആവശ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നത് അവർ വോട്ട് ബാങ്കുകളായതിനാലാണ്. മറ്റൊരു സംസ്ഥാനത്ത് ഇവർ ഒന്നും പറയുന്നില്ല. മുസ്ലിം ലീഗ് മതേതര സംഘടനയാണെന്നാണ് അവകാശവാദം. അവരുടെ ഭരണഘടനയിൽ മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പറയുന്നത്. പിന്നാക്കക്ഷേമത്തിനായി ഒരു കാലത്ത് അവരോടൊന്നിച്ച് പ്രവർത്തിച്ചതാണ്. അധികാരം കിട്ടിയപ്പോൾ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി എല്ലാം നേടിയെടുത്ത് ഈഴവ സമുദായത്തെ വഴിയാധാരമാക്കി. കേരളത്തിൽ മതാധിപത്യം കൊടികുത്തി വാഴുമ്പോഴാണ് താൻ ജാതി പറയുന്നതായി മുസ്ലിം ലീഗ് വിലപിക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, നായർ വിഭാഗങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർ അതൊന്നും പാടിക്കൊണ്ട് നടക്കുന്നില്ല. കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. ചില കുലംകുത്തികൾ തന്നെയാണ് ഈഴവ സമുദായത്തിന്റെ ശത്രുക്കളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിദേശ പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നും നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഉടനടി നീക്കണമെന്നും സാംസ്കാരിക പ്രവർത്തകർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ലോകത്താകമാനം സാഹോദര്യത്തിന്റെയും ജാതി മതങ്ങൾക്ക് അതീതമായ സ്നേഹത്തിന്റെയും സന്ദേശം പടർത്തിയ വ്യക്തിയാണ് നാരായണ ഗുരു. മഹാജ്ഞാനിയായ മഹാഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പ് തിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും ശ്രീനാരായണ മൂല്യങ്ങൾക്കുമെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. മുസ്ലിം ജനവിഭാഗത്തെ പൈശാചികവൽക്കരിച്ചുകൊണ്ടും പ്രസ്തുത ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറത്തെക്കുറിച്ചും വ്യാജമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നത് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണ്. കേരള നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ വെള്ളാപ്പള്ളി നവോത്ഥാനം എന്ന പദത്തെ തന്നെ പരിഹാസ്യവും അശ്ലീലവുമാക്കിയിരിക്കുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഗൂഢലക്ഷ്യം കേരള ജനത തള്ളിക്കളയേണ്ടതും ശക്തമായി അപലപിക്കേണ്ടതുമാണെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ആര് കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളാപ്പള്ളിക്ക് മറുപടിയില്ല. തന്റെ നിയോജക മണ്ഡലത്തിലെ 52% വോട്ടർമാരും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. തന്നെ ഏറ്റവും അടുത്തറിയാവുന്നത് തന്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ്. താൻ എന്ത് ഈഴവ വിരോധമാണ് പറഞ്ഞത്? താൻ ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ വിശ്വസിക്കുന്ന ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.